ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പോൾ മഴക്കാലം ആയത് കാരണം എല്ലായിടത്തും നാശനഷ്ടങ്ങളാണ്. ഞാനങ്ങനെയൊന്നു മുകളിലേക്ക് ചെന്നു. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങാച്ചെടി നല്ല സുന്ദരിയായിട്ട് നല്ല പച്ച കളറിൽ നിൽക്കുന്നു. ഇലകളൊക്കെ വന്നു. ഇത് ഉണങ്ങിപ്പോയതായിരുന്നു. ഇനിയിപ്പോൾ റെഡിയായി. അങ്ങനെ അടുത്ത് നിന്ന് മാവൊക്കെ നോക്കി, അതുമൊക്കെ നല്ല റെഡിയായിട്ട് നിൽക്കുന്നു. ഈ കിലോപ്പേര മൊത്തം പോയതായിരുന്നു. ഇപ്പോൾ പൂവൊക്കെ ഇട്ട് ഒത്തിരി കായൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി റെഡിയായി വന്നാൽ ഓക്കെ. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ വൈറ്റ് ലോങ്ങം പൂത്ത് നിൽക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അത് നല്ല പോലെ അങ്ങോട്ട് പൂവൊക്കെ ഇട്ട് നല്ല റെഡിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുത്തവിടെ മാവ് നിൽപ്പുണ്ട്. മാവിൽ കണ്ണിമാങ്ങയൊക്കെ ആയിട്ടുണ്ടോ എന്നങ്ങനെ ഞാൻ നോക്കി. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചായിരുന്നു കുളമ്പ് മാവ് പൂത്ത കാര്യം. അപ്പം അതിൽ കുഞ്ഞ് കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഗോവൽക്കായ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2-3 ഗോവൽക്കായും പൊട്ടിച്ച് അങ്ങനെ കുറച്ച് വേപ്പില ഒടിച്ചെടുക്കാൻ നോക്കി. ഇത് ഉണങ്ങിപ്പോയതാണെന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് തളർത്ത് നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനതിൽ നിന്നൊരു കൊമ്പ് ഒടിച്ച് ഇങ്ങനെ പുറത്തേക്ക് വന്നു. പേരക്കായും ഗോവൽക്കായും വേപ്പിലയും കിട്ടി. അങ്ങനെ ഞാനിപ്പോൾ നോക്കിയപ്പോഴേക്കും കണ്ണിമാങ്ങ കിടക്കണത് അങ്ങനെ കണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഓരോ ചെടികളും നല്ല ഇതിൽ നിൽപ്പുണ്ട്. അങ്ങനെ അതൊക്കെ എടുത്ത് സൂം ചെയ്തൊക്കെ എടുത്ത് നല്ല രീതിയിൽ കാണിച്ചു തരാമല്ലോ വിചാരിച്ച്. ഇനി ആ മാങ്ങ വലുതായി കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ നോക്കിയപ്പോൾ സപ്പോർട്ടിക്ക എല്ലാം പഴുത്തൊക്കെ തീർന്നതായിരുന്നു. രണ്ടാമതായി പൂവൊക്കെ ഇട്ട് നിറച്ച് പൂവിട്ടിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കായ്കളും ഉണ്ടായി തുടങ്ങി. വൈറ്റ് ലോങ്ങൻ്റെ പൂ കണ്ടിട്ട് ഒന്നും കൂടെ ഞാൻ അതൊക്കെ ഒന്ന് സൂം ചെയ്തൊക്കെ എടുത്തു കേട്ടോ. മാമ്പൂ പോലെ നിൽപ്പുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞതൊക്കെ പേരക്കായ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ നോക്കി അതും 2-3 പൊട്ടിച്ചൊക്കെ എടുത്ത്. അത് ചൂടിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു സൈസ് ഫംഗസ് ഒക്കെ പിടിച്ച് മൊത്തം ഇതായിരുന്നു അതിന്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ പേരക്കായൊക്കെ കിട്ടിയത്. അങ്ങനെ ഞാൻ എൻ്റെ ഗപ്പിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോയി. പിന്നെ തീറ്റ കൊടുത്തു. അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ടാറ്റാ.